ഹലോ ഹബീബി. മൃഗങ്ങളെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരാ ഉള്ളത്? പ്രകൃതിയിലെ ഭംഗിയേറിയ പലതരം മൃഗങ്ങളെ കാണാനാണ് ഈ യാത്ര. കൂടെ നിങ്ങളെയും കൂട്ടുന്നു. കുവൈത്തിലെ സുലൈബിയയിൽ സ്ഥാപിതമായിട്ടുള്ള ലിറ്റിൽ ജംഗിൾ സൂയിൽ പ്രകൃതി ഭംഗിയുടെ ഒരു വിസ്മയ ലോകം കുവൈത്ത് നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് ഈ സൂ ഓപ്പൺ ആകുന്നത്. നൈറ്റ് 9 മണി വരെ ഓപ്പൺ ആയിരിക്കും. ഒരാൾക്ക് 3 KD നിരക്കിലാണ് ടിക്കറ്റ്. ക്യാഷ് പേയ്മെന്റ് ഇല്ലാത്തത് കൊണ്ട് കാർഡ് കയ്യിൽ വെക്കാൻ ആരും മറക്കണ്ട. ടിക്കറ്റിന് ഒരുപാട് പൈസ പോകില്ലേ എന്ന് ആലോചിക്കുന്നവരോട് ആ പൈസയ്ക്കുള്ള വിസ്മയം നിങ്ങൾക്ക് അവിടെ കണ്ടറിയാം. 50-ൽ കൂടുതൽ വ്യത്യസ്ത മൃഗങ്ങളെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. കയറി ചെല്ലുമ്പോൾ തന്നെ ശാന്തവും അതിമനോഹരവുമായ പ്രകൃതി ഭംഗി നമ്മുടെ ഇരു കണ്ണുകളെയും ആനന്ദത്തിലാക്കും. അങ്ങനെ ടിക്കറ്റ് സ്കാൻ ചെയ്തുകൊണ്ട് ഞങ്ങൾ ആ സ്വർഗലോകത്തിലേക്ക് ചുവടുകൾ വെച്ചു. ആദ്യം തന്നെ സൂ നമ്മളെ കൊണ്ടുപോകുന്നത് ഡൈനോസർ യുഗത്തിലേക്കാണ്. ചെറുതും വലുതുമായി ചലിക്കുന്ന ഡൈനോസറുകൾ ഇവിടെയുണ്ട്. കുട്ടികളെ ആകർഷിക്കും വിധത്തിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇരുട്ടിൽ നിന്നും പ്രകാശം തിരഞ്ഞു പോകുമ്പോൾ നമ്മളിപ്പോ കുവൈത്തിൽ തന്നെയാണോ എന്ന് ചിന്തിച്ചു പോകും വിധത്തിലാണ് ആ പ്രകാശത്തിൽ നമ്മൾ കാണുന്ന ലോകം. ഇവിടെ സൈക്കിൾ സവാരി ചെയ്തു മുഴുവൻ ചുറ്റിക്കാണാൻ താല്പര്യമുള്ളവർക്ക് വലുതും ചെറുതുമായി ഒരുപാട് സൈക്കിളുകൾ റെന്റിന് വെച്ചിട്ടുണ്ട്. അതിനു പുറമെ രാജകീയ പ്രൗഢി തോന്നിക്കുന്ന വിന്റേജ് മോഡൽ ഇലക്ട്രിക് വണ്ടികളും റെന്റിനു സജ്ജമാക്കിയിട്ടുണ്ട്. അതിനടുത്ത് തന്നെ കുട്ടികൾക്കായി ഒരു ഗെയിമിംഗ് ഏരിയ കൂടിയുണ്ട്. സൂര്യൻ ഞങ്ങളിൽ നിന്നും അകലുന്നതിനു മുമ്പ് എല്ലാം കാണണം എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അവിടെ സമയം ചിലവഴിക്കാതെ നേരെ നടന്നു. പച്ചപ്പും വെള്ളം ഒഴുകുന്നതും ഒക്കെ കാണുമ്പോൾ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ എത്തിയോ എന്ന് ഒരു നിമിഷം മനസ്സിൽ കടന്നു പോകും. അത്രയും മനോഹരമായാണ് ഇവിടെയുള്ള ഗാർഡൻ ചെയ്തു വെച്ചിട്ടുള്ളത്. അതിനപ്പുറത്ത് കുതിര സവാരിയും ഒട്ടക സവാരിയും ചെയ്യാൻ വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള സ്ഥലമാണ്. താല്പര്യമുള്ളവർക്ക് ടിക്കറ്റ് എടുത്ത് സവാരി ചെയ്യാവുന്നതാണ്. അതിനിടയിലൂടെ ചെറിയ കുട്ടികൾക്ക് ഇരുന്നു പോകാൻ പറ്റുന്ന തരത്തിൽ ഇലക്ട്രിക്കൽ ഡൈനോസർ സൈക്കിൾ കണ്ടു. കാണാൻ കൗതുകവും ഭംഗിയും ഉള്ളതായിരുന്നു. ഇതിനെയെല്ലാം മറികടക്കും വിധം മലയാളികളുടെ വികാരമായ നെറ്റിപ്പട്ടം കെട്ടിയ ഒരു ആനയെ അവിടെ നിർമ്മിച്ചു വെച്ചിരുന്നു. ഒറ്റ നോട്ടത്തിൽ ശരിക്കും ആനയാണെന്ന് തോന്നും. ചെവിയൊക്കെ ആട്ടി ഒരു രാജകൊട്ടാരത്തിൽ നിൽക്കുന്നത് പോലെയായിരുന്നു ആനയെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആനയുടെ ഭംഗിയും ആസ്വദിച്ച് ഒരു ഐസ്ക്രീമും കഴിച്ച് ഞങ്ങൾ ഫാമിലേക്ക് കയറി. ആടുകളെയാണ് ഇവർ മെയിനായിട്ട് ഇവിടെ വെച്ചിട്ടുള്ളത്. ആടുകളെയൊക്കെ നമ്മൾ കുറെ കണ്ടതാണെന്ന് പറഞ്ഞു. ഉള്ളിൽ ഒരുപാട് വ്യത്യസ്ത ഇനം ആടുകൾ. ചെറിയ ശരീരവും വലിയ ഹൃദയവും ഉള്ള ആടെന്നറിയപ്പെടുന്ന അമേരിക്കൻ ബ്രീഡായ പിഗമി ആടുകളും, ഫ്യൂറി മാൽവ ആടുകൾ, ബ്ലാക്ക് ബെല്ലി ഷിപ്പ് ആടുകൾ, ജമുന പ്യാരി ഇനത്തിൽപ്പെട്ട ആടുകൾ, കൊമ്പുകളിൽ വ്യത്യസ്തത തോന്നിക്കുന്ന ഹുങ്കാറിയൻ റാക്ക ഇനത്തിൽപ്പെട്ട ആടുകളെയും, അങ്ങനെ നമ്മൾ മുൻപ് ഇന്നേ വരെ കാണാത്ത ഒരുപാട് ഇനത്തിൽപ്പെട്ട ആടുകളെ നമുക്കിവിടെ കാണാൻ സാധിച്ചു. കൂട്ടത്തിൽ ഒട്ടകത്തെയും ചുമട്ടു തൊഴിലാളിയായ കഴുതയെയും കാണാനിടയായി. കുറച്ച് താറാവ് കൂട്ടങ്ങളെ കണ്ട് അവിടെ നിന്നും ബോട്ടിംഗ് ഏരിയയിലേക്ക് ഞങ്ങൾ നടന്നു നീങ്ങി. കുട്ടികൾക്ക് മാത്രമായി ഒരു ബോട്ടിംഗ് ഏരിയയും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. സൂര്യനെ യാത്രയാക്കാൻ വേണ്ടി സ്ട്രീറ്റ് ലൈറ്റുകൾ ഓരോന്നായി കത്തി തുടങ്ങിയിരുന്നു. ബോട്ടിനിടയിലൂടെ ഒരു കൂട്ടം താറാവുകളും നീന്തി നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്നും ഒരു ഗുഹ പോലെ നിർമ്മിച്ചു വെച്ചിട്ടുള്ള ബേഡ്സ് കേജ് കാണാനാണ് ഞങ്ങൾ പോയത്. ഇതിനുള്ളിൽ ഒരുപാട് ഇനത്തിൽപ്പെട്ട പക്ഷികൾ സ്വതന്ത്രരായി പാറി നടക്കുന്നുണ്ടായിരുന്നു. ചില കൂടുകൾ കാണുമ്പോൾ
നമ്മുടെ വീട്ടിലും ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കണമെന്ന് തോന്നിക്കും. ഇവർക്കിടയിൽ ഒരു അനാഥ പ്രേതത്തെ പോലെ ഭയങ്കര ആക്റ്റീവായി മോൺഗോസ് ഫാമിലിയിൽ നിന്നും ഒരു മീർക്കാട്ട് ഉണ്ടായിരുന്നു. അവിടെ നിന്നും പുറത്തിറങ്ങുമ്പോൾ ഗുഹയോട് ചേർന്ന് മുള്ളൻ പന്നിയുടെ ഒരു കൂട് കാണാം. അവിടെ നിന്നും മുന്നോട്ട് പോയപ്പോ ആണ് കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പക്ഷിയെ കാണുന്നത്. കണ്ടാൽ കൊക്കാണെന്ന് തോന്നിപ്പോകും, പക്ഷേ കൊക്കിനേക്കാൾ ഭംഗിയുള്ള ഫ്ലാമിഗോസ് പക്ഷികളായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഇനത്തിൽപ്പെട്ട പക്ഷികളെ കാണുന്നത്. കണ്ടതിൽ വെച്ച് ഏറ്റവും ഭംഗി തോന്നിക്കുന്ന മയിലുകൾക്കിടയിൽ ആയിരുന്നു ഇവരെ ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ മയിലിനേക്കാൾ നന്നായി എന്നെ ആകർഷിച്ചത് ഫ്ലാമിഗോസ് ആണ്. എന്തൊരു ഭംഗിയാണ് അതിനെ കാണാൻ. ആ കളർ ഷെയ്ഡിങ്ങും ശബ്ദവും പിങ്ക് നിറവും ചിറകു നിവർത്തിയാൽ വരുന്ന കളറും എല്ലാം കൊണ്ടും അതിമനോഹരം. വാക്കുകൾ കൊണ്ട് അതിന്റെ ഭംഗി പറഞ്ഞു തീർക്കാൻ ഒരിക്കലും സാധിക്കില്ല. നേരിട്ട് കാണേണ്ടത് തന്നെയാണ്. ഒരുപാട് സമയം അവിടെ ചിലവഴിച്ച് മുന്നോട്ട് നീങ്ങി. അപ്പോഴേക്കും ഇരുട്ടായി തുടങ്ങിയിരുന്നു. പക്ഷേ അവിടെയുള്ള വാം കളർ ലൈറ്റുകളെല്ലാം സൂവിന്റെ ഭംഗി വീണ്ടും പിടിച്ചു നിർത്തി. പിന്നീട് ഒരു കൂട്ടം പട്ടിക്കുട്ടികളെയാണ് കണ്ടത്. കണ്ടാൽ എടുത്തു വീട്ടിൽ കൊണ്ടുപോകാൻ വിധം സുന്ദരമായിരുന്നു ഓരോന്നും. വളരെ അനുസരണയുള്ള പെറ്റ് ടൈപ്പ് ഡോഗുകളാണ്. മടിയിൽ ഇരുത്തി ഫോട്ടോ എടുക്കാൻ വേണ്ടിയായിരുന്നു അവരെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്നും മുന്നോട്ട് പോയപ്പോ റോയൽ ലുക്ക് തോന്നിക്കുന്നത് പോലെയായിരുന്നു ഭീമൻ മരം കൊണ്ടുള്ള വീടുകൾ കണ്ടത്. പക്ഷേ അത് വീടുകളായിരുന്നില്ല, മൃഗങ്ങൾക്കുള്ള കൂടുകളായിരുന്നു. സൗത്ത് അമേരിക്കൻ ക്യാമൽ ബ്രീഡുകളായ ലമ്മായും ആൽപ്പകായും ആയിരുന്നു അതിനുള്ളിൽ. അവർക്ക് കുറച്ച് ഫീഡും ചെയ്ത് ഞങ്ങൾ അടുത്ത കൊട്ടാരത്തിലേക്ക് നീങ്ങി. അവിടുത്തെ രാജാവ് വലിയ കൊമ്പുകളുള്ള ഹോണ്ട് ഹൊറിക്സുകൾ ആയിരുന്നു. ആണിനും പെണ്ണിനും ഒരേപോലെ വലിയ കൊമ്പുകൾ ഉള്ളത് കൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ പേര് വന്നത്. അത് കഴിഞ്ഞ് സീബ്രയെയും ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ആയ ഒട്ടക പക്ഷിയെയും കണ്ട് ഞങ്ങൾ നടന്നു നീങ്ങി. അതിനടുത്ത് തന്നെ ഓസ്ട്രേലിയയുടെ ദേശീയ പക്ഷിയായ എമുവും ഉണ്ടായിരുന്നു. കൊമ്പുകൾ കൊണ്ട് വിസ്മയം സൃഷ്ടിച്ച ബരസിംഗമാനുകൾ അവരുടെ വലിയ കൊമ്പുകൾ കൂട്ടി ഉരസി അടി കൂടുന്നതും കണ്ട് പ്രണയിച്ച് തൊട്ടുരുമിയിരിക്കുന്ന ആഫ്രിക്കൻ ചിമ്പാൻസികളുടെ അടുത്തേക്കായിരുന്നു എത്തിയത്. ഇവരെ ചുറ്റിവളഞ്ഞു ഒരു മീൻകുളവും ഉണ്ടായിരുന്നു. ഇടയിൽ അവര് തെറ്റിപ്പിരിഞ്ഞു മാറിയപ്പോൾ ഞങ്ങൾ അവിടെ നിന്നും കാലുകൾ മുന്നോട്ട് വെച്ച് നടന്നു. വളരെ അവശനും പ്രായം കൂടിയതുമായ സുമത്രാൻ ഒറങ്ങൂട്ടാനെയും ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചു. അവിടെ നിന്നും മുന്നോട്ട് പോയാൽ കാണാൻ പറ്റുന്നത് ഒരുപാട് ചെറു ടെന്റുകളാണ്. പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന് കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിക്കാനും സമയം ചിലവഴിക്കാനുമായി നിർമ്മിച്ചതാണവ. ലൈറ്റുകൾ കൊണ്ട് വളരെ ഭംഗിയുള്ളതായിരുന്നു ആ കാഴ്ച. വീണ്ടും കുറച്ചു മാനുകളെ കണ്ടു. ഞങ്ങൾ സൂയിൽ നിന്നും പുറത്തേക്കിറങ്ങാൻ തുടങ്ങുമ്പോഴാണ് കുട്ടികൾക്കൊപ്പം നൃത്തം വെച്ച് 2 ചിമ്പാൻസി രൂപങ്ങൾ പോകുന്നത് കണ്ടത്. പിന്നെ അവരെയും പിന്തുടർന്ന് ഞങ്ങൾ പുറത്തേക്ക് പോയി. അവരുടെ കൂടെ കുട്ടികളുടെ സൂപ്പർ ഹീറോയായ സ്പൈഡർമാനും ഉണ്ടായിരുന്നു. അങ്ങനെ സമയം പോയത് അറിഞ്ഞതേയില്ല. എല്ലാം നല്ലോണം ആസ്വദിച്ച് ഞങ്ങൾ അവിടെ നിന്നും തിരിച്ചു. അപ്പൊ ഇനി കുവൈത്തിലെ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.